നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് റാഗി ദോശ അല്ലെങ്കിൽ കൂവരവ് ദോശ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ഗ്ലാസ് കൂവരവ് പൊടി, 1 സ്പൂൺ ഉലുവ, ഇത് 2 മണിക്കൂർ കുവരാനായിട്ട് വെക്കുക. മിനിമം 2 മണിക്കൂർ മതി. അതിനുശേഷം 1/2 ഗ്ലാസ് ഉഴുന്ന്, ഈ എടുത്തു വെച്ചിരിക്കുന്ന കൂരവ് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതും 2 മണിക്കൂർ മാറ്റി വയ്ക്കുക. ഇതെല്ലാം കൂടെ ചേർത്ത് കുറച്ച് ചോറും കൂടെ ചേർത്ത് നന്നായി അരച്ചെടുത്തിരിക്കുന്ന ബാറ്ററാണ് ഇത്. ഇത് ഓവർനൈറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം എടുത്തിട്ടുള്ളതാണ്. നന്നായിട്ട് ഫെർമെൻ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ പതുക്കെ ഒരു തവി വെച്ചൊന്ന് ഇളക്കി കൊടുക്കുക. ഓവർനൈറ്റ് അല്ല എന്നുണ്ടെങ്കിൽ മിനിമം ഒരു 6 മുതൽ 8 മണിക്കൂർ വരെയെങ്കിലും ഇത് മാറ്റി വയ്ക്കേണ്ടതാണ്. അതിനുശേഷം മാത്രം ദോശ ചുട്ടെടുക്കുക. അതിനുശേഷം നമ്മൾ നന്നായിട്ട് കലക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ദോശ ചൂടാൻ ആവശ്യമായിട്ട് നമ്മൾ പാൻ എടുത്ത് നന്നായി ആ പാൻ ചൂടായതിന് ശേഷം മാത്രം മാവ് ഒഴിച്ച് കൊടുക്കുക. 1 സ്പൂൺ മാവെടുത്ത് ഇതുപോലെ നന്നായിട്ട് നൈസായിട്ട് ചുറ്റിച്ചു കൊടുക്കുക. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ദോശയാണിത്. പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടുന്നതാണ്. ഇതിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ നമ്മുടെ ഇഷ്ടാനുസരണം ചേർക്കാം. ഒരു സൈഡ് മുരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് മറിച്ചിടാം. മറിച്ചിടണമെന്ന് നിർബന്ധമില്ല. ഒരു 2 സെക്കൻഡ് മറിച്ചിട്ടതിന് ശേഷം നമ്മുടെ ദോശ റെഡിയായി. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റാഗി ദോശ. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. ഉണ്ണിക്കുട്ടൻ നല്ല ടേസ്റ്റി ആയിട്ട് ഇഷ്ടപ്പെട്ട് കഴിക്കുകയാണ്. ഉണ്ണിക്കുട്ടൻ ഇഷ്ടപ്പെട്ടോ? സൂപ്പർ, താങ്ക് യു.